നമ്മൾ വളരെയധികം ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും കമാരസംഭവം എന്ന സിനിമ വളരെ നല്ലൊരു സിനിമയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, എനിക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ദിലീപിൻ്റെ മാരക പെർഫോമൻസ് കാഴ്ചവെച്ച കമാരസംഭവം എന്ന സിനിമ എന്തുകൊണ്ടാണ് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കുറേ ഫാൻസ് ഉണ്ട്, പക്ഷേ നമുക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇതെന്തുകൊണ്ട് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജനപ്രിയ നായകൻ്റെ ഒരു മാരക അഭിനയം കാഴ്ചവെച്ച സിനിമയാണ് 2018 പുറത്തിറങ്ങിയ കമാരസംഭവം. പിന്നെ ഇത് പരാജയപ്പെടാനുള്ള കാരണം ഞാൻ കുറേ നോക്കി, പക്ഷെ സിനിമയുടെ അകത്ത് നിന്ന് എനിക്ക് ഒരു പരാജയപ്പെടാനുള്ള കാരണം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ കണ്ടന്റ് അഥവാ ഉള്ളടക്കം, അതേപോലെ തന്നെ തിരക്കഥ, മേക്കിംഗ്, ഇതൊക്കെ തന്നെ ഗംഭീരമായ ഒരു സിനിമയാണ് കമാരസംഭവം. പിന്നെ എന്തുകൊണ്ട് ഇത് പരാജയപ്പെട്ടു എന്ന് ഞാൻ കൂടുതലായിട്ട് റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലായത്. കമാരസംഭവം എന്ന് പറഞ്ഞ സിനിമ ഒരു കാലം തെറ്റി ഇറങ്ങിയ സിനിമയായതുകൊണ്ടാണ് അന്ന് ഇത് പരാജയപ്പെടാനുള്ള കാരണമായി കണക്കാക്കുന്നതല്ല, അതുതന്നെയാണ് ശരി. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് വന്ന ഇതുപോലത്തെ നല്ല കണ്ടന്റും മേക്കിങ്ങും നല്ല സിനിമകൾ വന്നാലും മലയാളികൾ ഭൂരിഭാഗം സിനിമകളും അത് പൊട്ടിച്ചുവിടും. ഇപ്പോൾ ദിലീപിൻ്റെ ഉദാഹരണത്തിന് വെൽക്കം ടു ദ സെൻട്രൽ ജയിൽ എന്ന സിനിമ വിജയിക്കാനുള്ള കാരണം എന്താ? സാധാ ഒരു പഴയ രീതിക്കത്തെ സിനിമ ആയതുകൊണ്ട്. കമാരസംഭവം എന്ന സിനിമ പരാജയപ്പെടാനുള്ള കാരണം എന്താ? അതൊരു കാലം തെറ്റി ഇറങ്ങിയ സിനിമ, അല്ലെങ്കിൽ മലയാളികൾ അപ്സെറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത സിനിമകളായതുകൊണ്ടാണ്. പക്ഷേ നല്ല സിനിമകളാണ്, പക്ഷെ മലയാളികൾ അപ്സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് കാരണമെന്ന് ഞാൻ തറപ്പിച്ച് പറയാനുള്ള കാരണം, ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കണ്ടന്റ് സിനിമകളുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, ഇപ്പോൾ അടുത്ത് വന്ന ലോക, ചാപ്റ്റർ 1 ചന്ദ്ര, ഈ സിനിമകളുടെ ഒക്കെ വിജയത്തിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ കൊറോണ കഴിഞ്ഞിട്ടുള്ള വന്ന മലയാളികൾ കണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമകൾ അപ്സെറ്റ് ചെയ്യാൻ തുടങ്ങി എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കമാരസംഭവം എന്ന സിനിമ പരാജയപ്പെടാനുള്ള കാരണം ഒന്നേ ഉള്ളൂ, അതാണ് കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്ന് പറയുന്നത്. എന്നിരുന്നാലും പിന്നെ അത് OTT വന്നപ്പോൾ മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇപ്പോൾ OTT വന്നിട്ട് ഏറ്റെടുത്തിട്ട് എന്താ കാര്യം? നല്ല സിനിമയെ പൊട്ടിച്ചിട്ട് OTT വന്നിട്ട് ഏറ്റെടുത്തിട്ട് ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് നല്ല കണ്ടന്റ് സിനിമകൾ ഉണ്ടായിരുന്നു പണ്ട് എന്ന് പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ. പണ്ട് വന്ന സിനിമകൾ മലയാളികൾക്ക് ജയിപ്പിക്കാൻ പറ്റാത്തത് വലിയൊരു പോരായ്മ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ചങ്ക് സിനിമയായിട്ട് നമ്മുടെ OTT എന്തായാലും കമാരസംഭവം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അപ്പോൾ എന്തായാലും കമാരസംഭവം എന്ന സിനിമ പരാജയപ്പെടാനുള്ള കാരണം, നിങ്ങൾക്ക് ഇതല്ലാത്ത വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ എന്തായാലും എഴുതുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.